ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാവിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് പ്ലാവുകൾ വേഗത്തിൽ കായ്ക്കാനും അതേപോലെ സ്ഥലപരിമിതികളുള്ളവർക്ക് വളർത്താവുന്ന പ്ലാവ് ഏതാണ്, പ്ലാവിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ പ്ലാവ് നിറഞ്ഞ് കുല കുത്തി കായ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൻ്റെ സ്വന്തം ഫലവൃക്ഷമായ ചക്ക എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായ ജാക്ക് ഫ്രൂട്ട് എന്ന പേര് തന്നെ ഉണ്ടായത്. അതുപോലെ പ്ലാവിൻ്റെ പഴുത്ത പ്ലാവിലും ഞെട്ടു മുതൽ ഇതിൻ്റെ തൊലി വരെ വളരെ ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ അരവയറിലെയും ഇടുപ്പിലെയും കൊഴുപ്പിനെ കുറയ്ക്കാനും മുട്ടുവേദനയ്ക്കും ഒക്കെ പ്ലാവിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ളൊരു ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് വഴി നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മുടെ ചക്കയ്ക്ക് വളരെയധികം മാർക്കറ്റുണ്ട്. ചക്ക പഴത്തിന് മാത്രമല്ല ചക്ക കുരുവിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ B6 ഇവയെല്ലാം വളരെയധികം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചക്കക്കുരു എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഫ്രൂട്ട്സിലും നിന്നും നമുക്ക് കിട്ടാത്ത ഒന്നാണ് വൈറ്റമിൻ B6 എന്നുള്ളത്. അത് നമ്മുടെ എല്ലാ ഫ്രൂട്ട്സുകളിലൊന്നും നമുക്ക് അധികം കിട്ടാത്ത ഒരു കാര്യമാണ് വൈറ്റമിൻ B6 എന്നത്. അത് ചക്കപ്പഴത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ നിയാസിൻ, ഫോമിക് ആസിഡ്, ഫൈബർ കണ്ടന്റ് തുടങ്ങിയവയെല്ലാം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക. നമ്മുടെ പ്ലാവിൻ്റെ തടിയിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ നമ്മുടെ പ്ലാവ് നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം. അതേപോലെ കളകളൊക്കെ പറിച്ച് കളയണം. നല്ല രീതിയിൽ തന്നെ വെയിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മുടെ പ്ലാവിന് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക. അതേപോലെ കൂടുതലായിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാവിൻ്റെ തടിയിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ മുറിച്ച് മാറ്റാവുന്നതാണ്. പച്ചിലകൾ അല്ലെങ്കിൽ കരിയിലകളൊക്കെ കൊണ്ട് പൊതയിട്ട് കൊടുക്കുന്നതും നമ്മുടെ പ്ലാവ് നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. അതുപോലെ നമ്മൾ ചക്ക നല്ല രീതിയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ചക്ക പറിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ചക്ക വെട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കാമ്പുകളൊക്കെ നമ്മുടെ തടിയിലുണ്ടാവും. അതൊക്കെ നമ്മൾ അന്നേരം തന്നെ വെട്ടി മാറ്റി കൊടുക്കുന്നത് അടുത്ത പ്രാവശ്യം പൂക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വിളവ് ലഭിക്കാൻ സഹായിക്കും. നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ മണ്ണ് നല്ല രീതിയിൽ നനഞ്ഞിരിക്കുന്ന ആ ഒരു സമയം നമുക്ക് 1 കിലോഗ്രാം കുമ്മായം നമ്മുടെ പ്ലാവിന് കൊടുക്കാവുന്നതാണ്. ചക്കയിൽ ധാരാളം കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം ഇവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചക്കയിലൂടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പ്ലാവിനും ഇതൊക്കെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാവിന് സാധാരണയായിട്ട് നമ്മൾ വളങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുക്കാറില്ല. എന്നാൽ കോഴിവളം, ആട്ടിൻ കാഷ്ടം, പച്ചിലകൾ എന്നിവയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ പ്ലാവ് വേഗത്തിൽ പൂക്കാനും അതേപോലെ നല്ല ബലം കിട്ടാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ 1 കിലോഗ്രാം കുമ്മായം ഇട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കോഴിവളവും ആട്ടിൻ കാഷ്ടവും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ നമ്മുടെ പ്ലാവ് പൂക്കാനായിട്ട് നമുക്ക് 1.5 കിലോഗ്രാം പൊട്ടാഷ് ഇട്ട് കൊടുക്കാവുന്നതാണ്, അതായത് രാസവളം. ഇപ്പോൾ രാസവളം താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് 1.5 കിലോഗ്രാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കല്ലുപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1.5 അടി അകലത്തിൽ, അതായത് നമ്മുടെ പ്ലാവിൽ നിന്നും 1.5 അടി അകലത്തിൽ ഒരു അടി താഴ്ചയിൽ തടവെടുത്തതിന് ശേഷം വേണം 1.5 കിലോഗ്രാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് 1 കിലോഗ്രാം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാവ് നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ നവംബർ മാസത്തിൽ തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ പ്ലാവ് തീർച്ചയായിട്ടും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.